2 സ്ത്രീകളെ നാട്ടുകാർ പിടിച്ചിട്ട് അവരാണ് HIV പരത്തുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് തലമുട്ടയടിച്ചിട്ട് കൈയും കാലും ഒക്കെ വെട്ടാനൊക്കെ തീരുമാനിക്കുകയാണ്. നാട്ടുകാരൊക്കെ ആദ്യം കല്ലും കത്തിയൊക്കെ ആയിട്ട് വന്നു നമ്മൾ പൊതു മീറ്റിംഗ് നടത്തുന്ന സമയത്ത്. ഈ ഡൊമസ്റ്റിക് വയലൻസിനെതിരായിട്ടുള്ള നിയമം അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസിനെതിരായിട്ടുള്ള നിയമം ഇതൊക്കെ ഉണ്ടായി വന്നത് ഒരു പ്രോസസ്സിലൂടെയും ചില സന്ദർഭങ്ങളിലൂടെയുമാണ്. ഓരോ സ്ത്രീയെയും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹോമോസെക്ഷലായിട്ടുള്ള ആൾക്കാരുടെ അത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമായിട്ട് കൊണ്ടു നടന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ബ്രിട്ടീഷുകാരുണ്ട് നിയമമാണ്, പക്ഷേ അത് നമ്മൾ അങ്ങനെ കൊണ്ടു നടന്നതാണ്. രാത്രി സ്വന്തമാക്കൽ എന്ന് പറഞ്ഞൊരു കാര്യം, രാത്രിയിൽ ഇറങ്ങി നടക്കുക എന്നുള്ള ഒരു കാര്യം, അത് ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് പോലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് സംഘടനകൾ ചെയ്യുന്നുണ്ട്, പാർട്ടികൾ ചെയ്യുന്നുണ്ട്, പാർട്ടിയുടെ വനിതാ വിഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. നയരൂപീകരണം നടക്കുന്ന സ്ഥലങ്ങളിൽ യഥാർത്ഥ അധികാരമുള്ള അസംബ്ലിയിലും ലോക്സഭയിലും എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് 50% വരുന്നില്ല? പ്രചോദനയ്ക്കൊന്നും സംഭവിച്ചില്ല. നമ്മളാകെ 6-7 പേരുള്ളത്, ഓരോരുത്തർ ജോലി കിട്ടി ഓരോ സ്ഥലത്തേക്ക് പോകും, പിന്നെ അതോടെ തീരുമല്ലോ. അപ്പോൾ കോഴിക്കോട് പോയവർ കോഴിക്കോട് ബോധനയിൽ പോയി ചേർന്നു, അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ തൃശ്ശൂരേക്ക് പോയി, ഞാൻ കൂടുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തും അങ്ങനെയുള്ള ചില സംഘടനകളിൽ. നമ്മളാരും വെറുതെ ഇരിക്കും, നമ്മൾ എല്ലാം വേറെ അവിടെ എവിടെ ആണോ ഉള്ളത് അവിടെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ആ രീതിയിലാണ്. ആ പേരിൽ ആ ഒരു സംഘടന അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു തുടർച്ചയുടെ ആവശ്യമില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാവരും തന്നെ അവരുടേതായ രീതിയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളിപ്പോൾ സിനിമ എടുത്തു, ഇൻ്റർനാഷണലായിട്ടൊരു ഫെമിനിസ്റ്റ് സിനിമ എടുത്തതിന് അവാർഡ്, ജയഗീത എന്ന് പറഞ്ഞിട്ട്, അന്ന് ഗീത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ എടുത്തൊരു സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, പക്ഷേ അവരൊരു സിനിമ എടുക്കുമ്പോൾ ഒരു ഫെമിനിസ്റ്റ് സിനിമയാണ് അവർ ചെയ്യുന്നത്. ആ രീതിയിലാണ് ഓരോരുത്തരും അവരവരുടേതായ ഫീൽഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചില മീറ്റിങ്ങുകളെന്ന് പറഞ്ഞല്ലോ, പട്ടാമ്പിയിലൊരു മീറ്റിങ്, അങ്ങനെയല്ല ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പല സ്ഥലമാണല്ലോ, നമ്മൾ ലോക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അവിടെ വരെ വരേണ്ട സമയത്ത് വേണമെങ്കിൽ വരും. അവരിപ്പോൾ ചില മീറ്റിങ്ങുകളിലേക്ക് ഒരുമിച്ച് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോധനയുടെ തന്നെ ഒരു കുഞ്ഞീബി കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു സെക്സ് വർക്കറെ ജയിലിൽ മരിച്ച ഒരു കേസ്. അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ ഒരുമിച്ച് സഹകരിക്കേണ്ടതാണെങ്കിൽ ഒരുമിച്ച് സഹകരിച്ച് തന്നെ ചെയ്യും. പിന്നെ നമ്മൾ മലപ്പുറത്ത് ഒരു 2 സെക്സ് വർക്കർമാരെ തലമുണ്ടനം ചെയ്തു. അവിടുത്തെ ആൾക്കാർ, ലോക്കൽ ആൾക്കാർ, അത് 97 അല്ല 97 അതിന് മുമ്പാണ്. ഞങ്ങളുടെ ഈ സംഘടന സെക്സ് വർക്കേഴ്സിൻ്റെ തുടങ്ങുന്നതിന് മുമ്പാണ്. അങ്ങനെ അതും വേറൊരു കാരണമാണ് എനിക്ക് സെക്സ് വർക്കേഴ്സിൻ്റെ ഫീൽഡിലേക്ക് വരാനായിട്ട്. വെച്ചാൽ 2 സ്ത്രീകളെ നാട്ടുകാർ പിടിച്ചിട്ട് അവരാണ് HIV പരത്തുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് തലമുട്ടയടിച്ചിട്ട് കൈയും കാലും ഒക്കെ വെട്ടാനൊക്കെ തീരുമാനിക്കുകയാണ്. കൈയും കാലും വെട്ടിയില്ല, പക്ഷേ അവരെ വെള്ളമൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. ചുറ്റും അവർക്ക് സ്വന്തം കിണറൊന്നുമില്ല, അപ്പോൾ അടുത്തൊന്നും വെള്ളം കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞിട്ട് നമ്മൾ ഫെമിനിസ്റ്റുകൾ ആണ് അവിടെ പോയിട്ട്, നമ്മുടെ കൂട്ടുകാരാണ് ഇന്നവിടെ ഉണ്ടായിരുന്നു, രമയും ഒക്കെയാണ്, അവർ പോയിട്ട് എല്ലാ വീടുകളിലും കയറി, അവിടെ താമസിച്ച്, ആ നാട്ടിൽ താമസിച്ച് എല്ലാ വീടുകളിലും കയറി ആളുകളോട് സംസാരിക്കുകയും, അതൊക്കെ അത്തരത്തിലുള്ള ഒരു വളരെ യുണീക്കായിട്ടുള്ള പ്രവർത്തനമെന്ന് ഞാൻ പറയും. അങ്ങനെ ഒക്കെ ചെയ്യാൻ വെച്ചാൽ ഒരുപാട് ധൈര്യം വേണം. അവർ പോയിട്ട് എല്ലാ വീടുകളിലും പോയി പറഞ്ഞു, ആളുകളെ മാറ്റി. പിന്നെ അവിടെ ഒരു വലിയ പബ്ലിക് മീറ്റിംഗ് നടത്തിയെന്ന് സാറാ ജോസഫ് വളരെ ഗംഭീരമായൊരു പ്രസംഗം അവിടെ നടത്തി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ ആദ്യം കല്ലും കത്തിയൊക്കെ ആയിട്ട് വന്നു നമ്മൾ പൊതു മീറ്റിംഗ് നടത്തുന്ന സമയത്ത്.
പക്ഷേ പിന്നെ സാറ ജോസഫിൻ്റെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ എല്ലാവരും അതൊക്കെ താഴെ ഇട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ വെച്ചാൽ അതൊരു വലിയൊരു സംഭവമായിരുന്നു. എന്നിട്ടൊന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരി ടീച്ചർ അവരെ കൊണ്ടുപോയി അവരെ അവിടെ എന്തോ റീഹാബിലിറ്റേഷനൊക്കെ ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ അതൊക്കെ അതൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നിട്ടാണ് ആ വിഷയത്തിലൊക്കെ ഇടപെട്ടത്. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഒരുമിച്ച് വേണ്ടതാണെങ്കിൽ ഒരുമിച്ച് ചെയ്യും. അവരുടേതായ പല സമരങ്ങളും പണ്ടും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ ഫോം ചെയ്ത ചെറു സംഘടനകൾ, നമ്മുടെ ചെറു സംഘടനകൾ അതിനെ ആ രീതിയിൽ തിരിച്ചറിഞ്ഞത് പിന്നീടാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അത് ഈ ചർച്ചകൾ വികസിക്കുകയും നമ്മുടെ ഇടപെടലുകൾ കൂടുകയും ചെയ്യുമ്പോഴാണല്ലോ, കൂടുതൽ വിശാലമായ വേദികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സംഘടനയിൽ തന്നെ ഉള്ള ആളുകൾ അവരുടെ വോയിസ്, അവരുടെ അനുഭവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുകയും പിന്നെ അവരുടെ ചരിത്രത്തിൽ തന്നെയുള്ള മറ്റു കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വരുന്നതാണല്ലോ. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സംഘടനകൾ ഉണ്ടായിട്ട് അധികം താമസിയാതെ തന്നെ, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 80കളുടെ പകുതിയിലാണെങ്കിൽ 90കളിലാകുമ്പോഴൊക്കെ തന്നെ അവരെല്ലാവരും അവരുടെ സവിശേഷമായ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കേരള സ്ത്രീവേദി ഇത് പിന്നെ ബീജിംഗ് ഇൻ്റർനാഷണൽ വിമൻസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു 95-ൽ. അപ്പോൾ അതിനു മുമ്പേ ബീജിംഗ് സമ്മേളനത്തിന് കുറേ പേര് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ ഒരുപാട് ചർച്ചകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും ലോക്കലായിട്ടൊക്കെ. അപ്പോൾ അതിലൊക്കെ ഈ സ്ത്രീ സംഘടനകളൊക്കെ തന്നെയാണല്ലോ വരുന്നത്. പക്ഷെ അതിനെ ഒരു സ്റ്റേറ്റ് ലെവലായ ഒരു കോർഡിനേഷൻ വേണം ഒരുപാട് പേര് വന്നപ്പോൾ അതിനു മുമ്പ് പിന്നെ ഈ ഓട്ടോണോമസ് വിമൻസ് ഓർഗനൈസേഷൻ്റെ നാഷണൽ ഒരു മീറ്റിംഗ് കോഴിക്കോട് വെച്ച് നടത്തിയിരുന്നു 90-ൽ. അപ്പോൾ ആ സമയത്തും ഒരുപാട് പല ഭാഗത്തു നിന്നുള്ള സ്ത്രീകൾ ഒരുമിച്ച് വരികയും അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, ഒരുമിച്ച് വന്ന് സ്ത്രീകൾ മാത്രം ചെയ്യുന്നതിൻ്റെ അങ്ങനെ ഉണ്ടായ ഒരു സോളിഡാരിറ്റി ഉണ്ട്. അപ്പോൾ ആ ഇന്ന് വന്നവർ ഒരുപാട് പേര് അതിലുള്ളവരാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ സ്ത്രീവേദി എന്ന് പറഞ്ഞിട്ട് ഈ ബീജിംഗ് ഏലിയമ്മ വിജയൻ എന്ന് പറഞ്ഞിട്ട് അറിയാമായിരിക്കും. ഏലിയമ്മ വിജയനാണ് അതിന് നേതൃത്വം കൊടുത്തത്. വെച്ചാൽ അവർ ബീജിങ്ങിലൊക്കെ പോയിരുന്നു. അതിനു മുമ്പ് അതിന് ശേഷവും കുറേ മീറ്റിങ്ങുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങനെ ഒരു ആശയം. അപ്പോൾ പലയിടത്തുമുള്ള സംഘങ്ങൾ ചേർന്നിട്ട് ഒരുമിച്ചൊരു നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ബലമുണ്ട്. അങ്ങനെ ഒരു കേരള സ്ത്രീവേദി എന്ന് പറഞ്ഞ് ഫോം ചെയ്ത് അതിലാണ് പിന്നെ മറ്റേ ഐസ്ക്രീം പാർലർ കേസും അന്ന് വന്നിട്ടുള്ള കുറേ കേസുകളൊക്കെ സ്ത്രീവേദിയുടെ പേരിലാണ് ചെയ്തിട്ടുള്ളത്. ആളുകളൊക്കെ ഇതൊക്കെ തന്നെയാണ്, പക്ഷെ പേരുകൾ എങ്ങനെ മാറി വരുന്നു എന്നുള്ളത്. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെ ഒരു സംഘടനയുടെ സ്ട്രക്ചർ ആ തരത്തിൽ ഇല്ല. എന്നുവെച്ചാൽ അന്ന് ഓരോ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ആ രീതിയിലുള്ളൊരു സംഘടനാ രൂപം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പല തരത്തിൽ പല ലോക്കലായിട്ടും ഒക്കെയുള്ള പല സംഘടനകൾ പിന്നീട് ഉണ്ടാവുന്നുണ്ടല്ലോ. ഓരോ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഈ ദളിത് ആക്ടിവിസം കുറേ ഉണ്ടായി, ചില സമരങ്ങളുണ്ടായി. കുറേ പേര് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അത് വളരെ വിശാലമാവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചറിനകത്ത് തന്നെ നിന്നുകൊണ്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. പിന്നെ പലരും ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ ഫുൾ ടൈമായിട്ടൊന്നും നിൽക്കുന്ന ആളുകളല്ലല്ലോ. എല്ലാവരും ചിലപ്പോൾ പഠിക്കാൻ പോയിട്ടുണ്ടാകും, ജോലിക്ക് പോയിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് മെമ്പർമാരൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിൻ്റെ ഒരു നീഡുണ്ടോ എന്നുള്ളതാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ആശയവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു സംഘടന നിലനിർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. അതിനേക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ WCC ഉണ്ടാകുന്നുണ്ട്, അതുപോലെ പല സംഘടനകളും ഉണ്ടാകുന്നുണ്ട്. അതാത് മേഖലകളിലുള്ള സ്ത്രീകളുടെ സംഘടനകൾ ഉണ്ടാകുന്നുണ്ട്, ഒറ്റപ്പെട്ട സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഡൈവേഴ്സായി മാറി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഭയങ്കരമായ
സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഫെമിനിസ്റ്റ് സംഘടനയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഈ ഒരു സിനിമ ഫീൽഡിൽ വളരെ ഫ്യൂഡലായിട്ടുള്ള ഒരു നിൽക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഏതൊരു ജോലിക്ക് പോയാലും അവിടെ ഒരു ഇൻ്റർവ്യൂ ബോർഡും ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും അങ്ങനെയൊന്നും അല്ലാതെ ഈ കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ മുതലാളിമാർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആളുകളെ എടുക്കാം എന്നുള്ളൊരു സിസ്റ്റം ഇപ്പോഴും ഈ ഡെമോക്രാറ്റിക് ലോകത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഫീൽഡിലുണ്ടോ? ഉണ്ടാകുമായിരിക്കാം. പക്ഷെ സാധാരണ ഇങ്ങനെയല്ലല്ലോ. നമ്മൾ ഏത് ജോലിക്ക് പോലും ഒരു കോൺട്രാക്റ്റ് ബേസിൽ ഞങ്ങളൊക്കെ അവിടെ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളെ എടുക്കുന്നുണ്ട്. കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും എന്തോ ഒരു വലിയ പ്രോസസ്സാണിത്. നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആക്കണം, ഒരാളെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് നമ്മൾ കാണിക്കണമല്ലോ. അവിടെ ഒരു പക്ഷപാതിത്വം വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ലോകത്ത് ഇത് എത്ര പ്രാകൃതമായ രീതിയിലാണ് സിനിമയിൽ നടക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിലിപ്പോൾ ഓരോരുത്തരും അതിൽ കോമ്പീറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ പുറത്ത് പറയാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് ആദ്യം തന്നെ നമുക്കിപ്പോൾ അതിനകത്തുള്ള പലരും നമ്മുടെ ഫെമിനിസ്റ്റ് ഗ്രൂപ്പിലുള്ള ദീദി ദാമോദരനൊക്കെ സജിതാ മഠത്തിലൊക്കെ നമ്മുടെ ഫെമിനിസ്റ്റ് ഗ്രൂപ്പിലുള്ളവരാണ്. അവർക്ക് പക്ഷെ ഇത് അസാധ്യമായിരുന്നൊരു കാര്യമാണ്. അതൊരു കോണ്ടെക്സ്റ്റ് വന്നപ്പോഴാണ്, അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴാണ്. പക്ഷേ ഈ ആശയങ്ങൾ പലരുടെ ഉള്ളിലുണ്ട്, അല്ല അവരുടെ ഉള്ളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ അപ്പോൾ ഒരു സന്ദർഭം വന്ന സമയത്ത് അവർക്കത് ഒരുമിച്ചത് എല്ലാവർക്കും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഫലമായിട്ടാണല്ലോ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. എക്സ്റ്റൻഷൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് പറയാം. അതൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ ഒരു ഏകദാനമായിട്ടൊരു ആ രീതിയിൽ മോണോലിത്തിക്കായിട്ടല്ല കാണേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ ഡൈവേഴ്സാണ്. ഇത് ഫെമിനിസം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ആശയമാണ്. പക്ഷെ അതിൻ്റെ ഒരു മൂർത്തമായ സാഹചര്യത്തിലാണ്, ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരമാണെങ്കിലും എങ്ങനെയാണ് അതുണ്ടാകണ്ടേ? ഇപ്പോൾ ഈ ആശാ വർക്കേഴ്സിന് ഈ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് ഒരുപാട് കാലം തൊട്ടേ എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു സമരമായിട്ടൊക്കെ വരണമെങ്കിൽ അതിനൊരു പ്രത്യേക സന്ദർഭം ഉണ്ടാകുമായിരിക്കും. പല കാര്യങ്ങൾ ചേരുമ്പോഴാണത് വരുന്നത്. അങ്ങനെ അത് എപ്പോഴാണ് എവിടെയാണ് എന്താ വരെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഇപ്പോഴും ഉണ്ടല്ലോ ഒരുപാട് മേഖലകളിൽ കുടുംബത്തിൽ തന്നെ സ്ത്രീകൾ എന്തെല്ലാം അനുഭവിക്കുന്നു. പക്ഷെ അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസിനെതിരായിട്ടുള്ള നിയമം, അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസിനെതിരായിട്ടുള്ള നിയമം, ഇതൊക്കെ ഉണ്ടായി വന്നത് ഒരു പ്രോസസ്സിലൂടെയും ചില സന്ദർഭങ്ങളിലൂടെയുമാണ്. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഉണ്ടാകുമ്പോൾ ആ ടൈമിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റണം, അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനുള്ള ബോധം ഇപ്പോൾ കുറച്ച് സ്ത്രീകൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ ഒരു സംഘടന ഇരുന്ന് ഇതിനെല്ലാം നിയന്ത്രിച്ചതിന് ഇത് അവിടെ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, ഇവിടെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വേറെ എവിടുന്നേലും ഒരു ഡയറക്ഷൻ വരെയല്ല വേണ്ടതെന്നുള്ളത്. അത് എല്ലാവർക്കും ആ ബോധമുണ്ട്. അപ്പം ഓരോരുത്തർക്കും അത് പ്രതികരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അത് ചെയ്യുക. ഇപ്പം ശാരദാ മുരളീധരൻ എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി ഒരു പ്രതികരണം നടത്തുന്നുണ്ടല്ലോ, അത് ചെയ്യാതെയും ഇരിക്കാം, ചെയ്യാം. പക്ഷെ ആ സിറ്റുവേഷനിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു അവബോധം, ഫെമിനിസ്റ്റ് അവബോധം എന്നുള്ളത് നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, കുറേ പേരിലെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ടായി വരും. അതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സ്. ഇല്ല, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായില്ല. അല്ല, അത് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്, ഞാൻ പുറത്തു നിന്ന് എനിക്ക് തോന്നിയത് വെച്ചാൽ അവർ ഒരുമിച്ച് താമസിക്കുക. ഇന്നിപ്പോൾ 2 ദിവസത്തെ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ തന്നെ കുറേ പേര് ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് വരികയും ചെയ്യുന്നു. ഇത് പക്ഷേ നാഷണൽ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ദിവസം മുമ്പേ തന്നെ കോഴിക്കോട് വന്ന് താമസിച്ചാൽ ഇത് മുഴുവൻ ഓർഗനൈസ് ചെയ്യല്ലേ, സ്ത്രീകൾ മാത്രമാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധവും കാര്യങ്ങളും ഉണ്ട്. അത് പിന്നെ ആ സമ്മേളനം കൂടെ കഴിയുമ്പോഴത്തേക്കും പല ആൾക്കാരും വരുന്നു. അവരുടെയൊക്കെ സംസാരങ്ങളൊക്കെ വളരെ ഇൻസ്പയറിങ്. ഇപ്പോൾ ഇന്ന് തന്നെ വോൾഗയും അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരും കൂടി വരുമ്പോൾ അവരുടേതും കേട്ട് മനസ്സിലാക്കാം. അങ്ങനെ അതിലൂടെ ഒരുപാട് ചർച്ചകൾ നടക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതൊരു വലിയ ഇൻസ്പിറേഷനായി. അന്ന് ആ ഒരു
ആ ഒരു ശൃംഖല കുറച്ചും കൂടെ വിപുലപ്പെടുകയും ആ ഒരു ബന്ധം കൂടുതലുണ്ടാവുകയും ചെയ്തു എന്നാണ് ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കുന്നത്. എല്ലാം എൻ്റെ കൂട്ടുകാർ തന്നെയാണ്, പക്ഷെ ഞാൻ അതിൽ പങ്കെടുത്തില്ല ചില കാരണങ്ങൾ കൊണ്ട് എന്നുള്ളത്. ഞാൻ അങ്ങനെ വിജയം പരാജയം എന്ന് കാണുന്നില്ല. എല്ലാം വിജയമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പം തന്നെ നടക്കുന്ന പല സമരങ്ങളും നമ്മൾ പറയുമ്പോൾ ആ പ്രോസസ്സ് തന്നെ ഭയങ്കര വിജയമാണ്. അതെന്താ അറിയോ? അപ്പോൾ ആ അവബോധമുണ്ടാകലാണത്. അത് ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും അത് ഉണ്ടാവില്ല. ഉണ്ടാകാനായിട്ട് പാട്രിയാർക്കി സമ്മതിക്കില്ല. എന്നുവെച്ചാൽ ഓരോ സ്ത്രീയെയും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ത്രീയും വിചാരിക്കുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം ആരോടും പറയാൻ പാടില്ല. എത്ര തല്ലുകൊണ്ടാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നാലും അത് പുറത്ത് പറയില്ല. നമ്മൾ എന്നുവെച്ചാൽ നല്ല സ്ത്രീയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് കുടുംബത്തിന് വേണ്ടി നമ്മൾ മറച്ചു വെക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോകും ഒരു സമരം നടക്കുന്ന സമയത്ത്. സ്ത്രീകളെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്, അവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ രാത്രിയും പകലും ഒന്നിച്ച് സ്ത്രീകൾ ഷെയർ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് അതൊന്നും സമ്മതിക്കാത്തത്. ഇപ്പോൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വിടും എന്ന് വെച്ചാൽ അവിടെ കൃത്യം അവർക്ക് അവിടെ മോണിറ്ററിങ് ഒരു സംവിധാനമുണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ, പ്രാർത്ഥിക്കണം, എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം. ഫ്രീ ആയിട്ടൊന്നും ആരും അവിടെ പോയി പ്രാർത്ഥിക്കുകയോ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ട് തിരികെ അതുപോലെ വീട്ടിൽ വരണം. അപ്പോൾ ആ സമയത്ത് ഇത് നടക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും പേടിച്ചിട്ടാണ് എല്ലായിടവും ഈ നിയന്ത്രണങ്ങൾ വെക്കുന്നത്. പക്ഷേ ഒരു സമരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകും, ആർക്കും അങ്ങനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അതുപോലെ ഇതുപോലെ സ്ത്രീകളുടേതായിട്ടുള്ള സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ രാത്രിയും പകലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ വേറൊരു ലോകമാണ് ഉണ്ടാകുന്നത്, വേറൊരു അവബോധമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെല്ലാം വിജയമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പരാജയം പെട്ടു ഒന്നും കാണുന്നില്ല. പക്ഷെ ചിലത് നമ്മൾ വിചാരിച്ചിരിക്കാതെ നല്ല സക്സസ് വരുന്നത്, ഉദാഹരണത്തിന് ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ, അവരൊക്കെ ആദ്യം നമ്മൾ ആണ് നിന്നിട്ട് വേണം അവരുടെ സംഘടന അല്ലെ സമരങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, അവർ സ്വന്തമായിട്ടെല്ലാം ചെയ്യും. അത് കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതെന്ന് വെച്ചാൽ വിജയം പരാജയം എന്നുള്ള രീതിയിലല്ല ഞാൻ കാണുന്നത്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ആത്മഹത്യകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ തനിയെ അവരുടെ സമരങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നെ എന്താണ് ഗവൺമെൻറ്റായിട്ടൊക്കെ നെഗോഷിയേഷൻസ് നടത്തുകയും വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് വളരെ ഒരു സക്സസ് ആയിട്ട് തോന്നും. ഒരിക്കലും അത് അത്രയും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നാമത് ഈ നമ്മുടെ ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ, IPC 377, അത് ഗേ മനുഷ്യരുടെ പിന്നെ ഹോമോസെക്ഷലായിട്ടുള്ള ആൾക്കാരുടെ അത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമായിട്ട് കൊണ്ടു നടന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ബ്രിട്ടീഷുകാരുണ്ട് നിയമമാണ്, പക്ഷേ അത് നമ്മൾ അങ്ങനെ കൊണ്ടു നടന്നതാണ്. അപ്പോൾ അത് ആ ഇല്ലീഗലായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പുറത്തു വരാനോ അവകാശങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ നിയമം എടുത്തു കളഞ്ഞു. അതങ്ങനെ എടുത്ത് കളയുമെന്നും നമുക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടായില്ല, ഒരുപാട് അതിനുവേണ്ടി സമരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും. പക്ഷെ അതൊക്കെ ഒരു റിയാലിറ്റി ആയിട്ട് വരുന്നത് ഒരു പ്രതീക്ഷിക്കാതെ ഒരു സക്സസ് വന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയുള്ളൂ. പക്ഷേ എല്ലാ സമരങ്ങളുടെ പ്രോസസ്സും വിജയം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കുറേ അത് അവർക്ക് പിന്നെ ഏത് പ്രസ്ഥാനത്തിനും ഉൾക്കൊള്ളേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു വിജയമായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ നമുക്കത്രയും മാസ് ഒന്നുമില്ലല്ലോ, ഇങ്ങനെ വലിയ ജനകീയ പ്രസ്ഥാനം ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ആശയപരമായിട്ടുള്ള ഒരു സംവേദനം ചെയ്യാന്നുള്ളതേ പറ്റുള്ളൂ. അത് കുറേ സാധിച്ചിട്ടുണ്ടെന്ന്. എല്ലാം അങ്ങനെ ആയിട്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും സമരം ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ ആയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള സിംബോളിക്കായിട്ട് നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും, ഈ രാത്രി സ്വന്തമാക്കൽ എന്ന് പറഞ്ഞൊരു കാര്യം, രാത്രിയിൽ ഇറങ്ങി നടക്കുക എന്നുള്ള ഒരു കാര്യം, അത് ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് പോലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് സംഘടനകൾ ചെയ്യുന്നുണ്ട്, പാർട്ടികൾ ചെയ്യുന്നുണ്ട്, പാർട്ടിയുടെ വനിതാ വിഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ആശയത്തിനെ അറിഞ്ഞോ അറിയാതെയോ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. പല കാര്യങ്ങളും അതുപോലെയുണ്ട്. ഇത് പിന്നെ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൽ ഹറാസ്മെൻ്റ് ഉണ്ടായാൽ മറ്റേ എതിർ പാർട്ടിക്കാരെങ്കിലും അത് കൊണ്ടുവരും. ഒരു പാർട്ടിക്കാർ ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു പാർട്ടിക്കാർ കൊണ്ടുവരും എന്നുള്ളതാണ്. അതങ്ങനെ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ചില കാര്യങ്ങൾ അങ്ങനെ മാറി വരുന്നുണ്ട്. അല്ലാതെ അതിനപ്പുറത്തോട്ട് കുറേ
പഴയ കാര്യങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചിലത് പറ്റാതെ വരുന്നുണ്ട്, എടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് പാർട്ടികളും പിന്നെ ഇടതുപക്ഷത്തിന് കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് അതിൽ മാറ്റം. ആദ്യം തന്നെ അവർക്ക് കൂടുതൽ ജനാധിപത്യ ബോധവും തുല്യതാ ബോധവും ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് കൂടുതൽ അവബോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്രത്തോളം അവരുടെ ഡോക്യുമെൻറ്റുകളിലൊക്കെ മാനിഫെസ്റ്റോയോ അല്ലെങ്കിൽ എന്തോ എലക്ഷൻ മാനിഫെസ്റ്റോകളിലൊക്കെ അത് എത്രത്തോളം പാർട്ടിപരമായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് പറയുന്നതല്ലല്ലോ, ഒരു ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാന ഒരു വ്യത്യാസം അവിടെയാണ്. ഇത് വർഗപരം മാത്രമാണ് എന്നാണ് മിക്ക ഇടതുപക്ഷ സംഘടനകളും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്നത് അങ്ങനെയാണ്. അതിലൊരു മാറ്റം വരുന്നത് വലിയ കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുമെങ്കിൽ വലിയ കാര്യമാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒക്കെ പറയുന്ന ഒരു ക്യാമ്പയിൻ ഈ തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ്. എലക്ഷനിൽ ഇപ്പോൾ പഞ്ചായത്തിലുണ്ട് ശരിയാണ്, പക്ഷെ പഞ്ചായത്തിൽ നയരൂപീകരണം ഇല്ലാത്തൊരു സ്ഥലമാണ്. നയരൂപീകരണം നടക്കുന്ന സ്ഥലങ്ങളിൽ യഥാർത്ഥ അധികാരമുള്ള അസംബ്ലിയിലും ലോക്സഭയിലും എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് 50% വരുന്നില്ല? അപ്പോൾ 50% സംവരണം വേണമെന്ന് നമ്മൾ പറയണ്ട, അത് വരട്ടെ. പക്ഷേ 33% സംവരണം വേണം എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുന്ന കാര്യം. അതിൽ വരട്ടെ, അതിൽ റിഫ്ലക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി മാത്രമായിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ നമ്മൾ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ആണ് വിചാരിക്കുന്നത്. അത് ഈ സ്ത്രീകൾ മാത്രവുമല്ല, ഇപ്പം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എല്ലാ വിഭാഗങ്ങൾക്കും റെപ്രസെൻറ്റേഷൻ, അതിൽ തന്നെ ദളിത് അത് വേറെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദളിത് റെപ്രസെൻറ്റേഷൻ വേണം, അത് ട്രാൻസ്ജെൻഡർ റെപ്രസെൻറ്റേഷൻ വേണം. എല്ലാ വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ മാത്രമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അതാണ് കൂടുതൽ പ്രാധാന്യം ഞാൻ പറയുന്നത്. ഒരു വനിത ഇപ്പം ഇവരുണ്ടായിരുന്നല്ലോ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ്. കൂടുതൽ എണ്ണം വേണം, കൂടുതൽ റെപ്രസെൻറ്റേഷൻ വേണം.